എല്ലാ കൂട്ടുകാർക്കും ഭവൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഒരു അടിപൊളി ബിരിയാണിയാണ്. ആർക്കും ചെയ്ത് നോക്കാൻ പറ്റും, 100% വിജയിക്കും. അങ്ങനെയുള്ളൊരു അറിയത്തില്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റും ബിരിയാണി. അങ്ങനെ ഒരു എളുപ്പത്തിൽ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ ഒരു മീഡിയം പീസായിട്ട് കട്ടാക്കി അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ തേച്ച് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്ന് അരപ്പനായിട്ട് നമുക്ക് ഇത്രയാണ് വേണ്ടത്: ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില. അപ്പോൾ ഇത്ര എടുത്തിട്ട് ഇനി ബാക്കി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാലയുടെ ആ കൂട്ടാണ്. അപ്പോൾ അതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പൂവ്, പിന്നെ കുറച്ച് ഇച്ചിരി കുരുമുളക് എല്ലാം ഉണ്ട്. അത് കൂടാതെ ഇതൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ജാതിക്ക കേട്ടോ. അതിൻ്റെ ചെറിയൊരു പീസ് എടുക്കണേ, മറക്കല്ല കേട്ടോ, അത് ഉറപ്പായിട്ട് വേണം. ഒരു കുഞ്ഞു പീസ് മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഒന്ന് എടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങ് പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ഒരു ചെറിയ തരിതരിയൊക്കെ കിടക്കുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങ് അരച്ചെടുത്ത് വെച്ചാൽ മതി. അത്ര അരച്ചാൽ മതി, ഒത്തിരി പേസ്റ്റ് ആക്കല്ലോ കേട്ടോ, ഇത്രയും മതി. അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്നാ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു 2 ടീസ്പൂൺ മിച്ചം തൈര്, ഒരു 2 ടീസ്പൂൺ നെയ്യ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അരമുറി നാരങ്ങ അത് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സാക്കണം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്നിട്ടത് തലേ ദിവസമേ എടുത്തൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കണം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാനിവിടെ കുക്കർ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ചിരുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ അതങ്ങോട്ട് ഫസ്റ്റ് ഒന്ന് തീ കൂട്ടി പിന്നെ തീ കുറച്ചിട്ടിട്ട് അതവിടെ ഇരുന്നിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീതിയുള്ള ഒരു ചീനച്ചട്ടി പോലത്തെ ഒരെണ്ണത്തിൽ എടുത്തിട്ട് ഒരു സവാള, മീഡിയം ആണെങ്കിൽ 2 സവാള വേണ്ടി വരും. അത് നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്ത് ഒരു ഇച്ചിരി നെയ്യിട്ട് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ. ഫ്രൈ തന്നെ ആവണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മേളിലൊക്കെ ഇടാൻ ഈ എന്താ പറയുക, നമ്മുടെ ഈ ബിരിയാണിയുടെ മേളിലൊക്കെ ഇടുന്ന പറഞ്ഞില്ലേ, ഒരു ഫ്രൈ ആക്കിയിട്ടുള്ള ഏതാണ്ട് എനിക്ക് അതിൻ്റെ ഒരു ചുവ ഈ ഒരെണ്ണത്തിന് കിട്ടാൻ വേണ്ടി കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരണം. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇച്ചിരി ബ്രൗൺ നല്ലപോലെ ഒരു നിറത്തിൽ ആക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇനി ഒരു സവാളയും തക്കാളി, ഒരു 2 തക്കാളി ഉണ്ട്, അതും കൂടെ നല്ല നീളത്തിൽ കനം കുറച്ചരിഞ്ഞ കേട്ടോ. അത് എന്നാലേ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടുള്ളൂ. അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ വഴറ്റണം. നല്ലപോലെ വഴറ്റണം എന്ന് പറഞ്ഞാൽ ആ തക്കാളി എല്ലാം ഉടഞ്ഞ് അതൊരു നല്ലപോലെ ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ അത്രയും നേരവും നമ്മളതൊന്ന് ഇളക്കി പിന്നെ അതൊന്ന് അടച്ച് വെച്ച് അതിനെ ഒന്ന് വേവിച്ച് അതൊന്ന് നല്ലപോലെ ആ സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് സ്മൂത്തായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് വേണം കേട്ടോ. അതിന് വേണ്ടി തന്നെയാണ് കുറച്ച് നേരം എടുത്ത് അതൊന്ന് നല്ലപോലെ ഇളക്കി അത് തവിയും കൊണ്ട് ആ തക്കാളി അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് നല്ലപോലെ റെഡിയാക്കി എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. വേറെ മല്ലിപ്പൊടി ഒന്നും ചേർക്കാനില്ല കേട്ടോ, ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കി നല്ലപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അത്രയും നേരം അതൊന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ അതങ്ങനെ അങ്ങ് ഇളക്കി അതിൻ്റെ ആ കളറൊക്കെ മാറി അത് നല്ലൊരു മസാലയായി എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിരുന്നല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ആ റെഡി ആയിട്ടിരിക്കുന്ന ചിക്കൻ അതിപ്പോൾ നമുക്ക് ചുമ്മാ വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചിക്കൻ എടുത്ത് നമ്മൾ ഈ റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു തിക്ക് ഗ്രേവിക്കകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് എല്ലാ സ്ഥലത്തും ഇതുന്ന പോലെ അല്പം ക്ഷമയോടെ ഇളക്കി കൊടുത്ത് അതൊന്ന് അതിനകത്തിരുന്നൊന്ന് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് സെറ്റാവണം. അങ്ങനെ ഒന്ന് സെറ്റാവുന്ന സമയത്ത് പിന്നെ കുറച്ചും കൂടെ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം.
മല്ലിയിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മല്ലിയില എല്ലാ സ്ഥലത്തും ഒന്ന് എത്തി അതൊന്ന് കുറച്ച് കുറുകി എന്ന് കാണുന്ന ഒരു സമയത്ത് ഇത് ചൂടുവെള്ളം കേട്ടോ, ഞാനൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം, മറക്കല്ലേ, ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല, ചൂടുവെള്ളം അതാണ് ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് പിന്നെയും മിക്സാക്കി കൊടുത്തു കേട്ടോ. പിന്നെ മിക്സാക്കി അതവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഒരു കുഞ്ഞൊരു തിളയൊക്കെ വന്നു. അതെന്ന് പറഞ്ഞാൽ അതൊന്ന് മൊത്തത്തിലൊന്ന് ആ വെള്ളം അതിലൊക്കെ ഒന്ന് പിടിച്ച് മൊത്തത്തിലൊന്നായി ഒന്ന് സെറ്റായി. ആ ഒരു സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളവിടെ ഫസ്റ്റ് ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ, അപ്പോൾ ഇതിന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സെയിം രീതിയിൽ ഞാൻ നെയ്ച്ചോറാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ ആ അരി, ആ ചോറ് അത് നല്ല കറക്റ്റ് വേവിൽ കിട്ടണേ, ഒത്തിരി വെന്ത് പോകരുത്, കറക്റ്റ് വേവിൽ, ഒരു പൊടിക്ക് കുറവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ചോറ് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ കൂട്ടിൻ്റെ മുകളിലേക്ക് നിരത്തി കട്ടയില്ലാതെ നല്ലപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ അത് അടച്ചു വെച്ചേക്കുക. അങ്ങനെ അടച്ചു വെച്ച് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കയറട്ടെ. ആ സമയത്ത് ഒരു ചെറിയൊരു പാനിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ തന്നെയാണ്, നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് നമ്മുടെ ബിരിയാണി ഇപ്പം ഓൾമോസ്റ്റ് ഓൾ റെഡിയായി. ഇനി എന്താ ചെയ്യുക, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയാണ്. നല്ല ചൂട് ബിരിയാണി, താഴെയുള്ള മസാലയും ചിക്കനും കണ്ടോ, നല്ല ചൂടൊക്കെ വന്ന് അതിൻ്റെ കളറൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ. അങ്ങനെ നല്ല എന്താ പറയുക, ഇനി ഒരു പാത്രം കൂടെ എടുത്ത് ഇന്ന് വിളമ്പി അങ്ങ് ചൂടോടെ കഴിക്കാം. അപ്പോൾ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സലാഡ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മാങ്ങാച്ചാർ വേണമെങ്കിൽ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നല്ല ചൂടോടെ ഞാൻ വിളമ്പും കേട്ടോ. ഇവിടെ പാത്രമൊക്കെ ഇരിപ്പുണ്ട്, കഴിക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആ കുറച്ച് വൈറ്റ് റൈസും പിന്നെ കുറച്ച് മസാലയുള്ള റൈസും അങ്ങനെയൊക്കെ തന്നെ വിളമ്പാം കേട്ടോ. അപ്പോൾ ഇനി മസാല പിള്ളേർക്ക് കുറവാണെങ്കിൽ മുകളിൽ നിന്ന് കുറച്ച് വൈറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മസാല കൊടുക്കുക, എരിവുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല ഇനി നല്ല മസാല തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് വിളമ്പി കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് നല്ല രസമായിട്ട് നമുക്ക് വിളമ്പി കൊടുക്കാം. അങ്ങനെ ഈ ചൂടൊന്നും പോകണ്ട കേട്ടോ, നല്ല ചൂടോടെ കഴിക്കാം. വളരെ പെട്ടെന്ന് നല്ല അടിപൊളി ബിരിയാണി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ രാവിലെ എന്ന് വെച്ചാൽ പിള്ളേർക്ക് സ്കൂളിലും കൂടെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അങ്ങനെയും പറ്റും. അത്രയും സമയം മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, എന്നാൽ ഫെയിലാവാത്ത, നമുക്ക് വിജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് കണ്ടോ, മേശപ്പുറത്തിരിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുമ്പോൾ ആ ഒരു നല്ലൊരു രസമല്ലേ, ആ ഒരു പാത്രത്തിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ അത്രയൊക്കെയുള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്സ് ഫോർ വാച്ചിങ്.